സഹോദരങ്ങളെ, മക്കയിലോ മദീനയിലോ വെച്ച് മരണപ്പെടാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അത് വലിയ പുണ്യമാണ്. മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയാറുള്ളത്, ഓ അവരവിടെ എത്തിയിട്ട് പഠിച്ചവൻ അവിടെ വെച്ച് തീർന്നു, ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, മൻ മാത ഫീ അഹദിൽ ഹറമൈൻ ലം യുഹാസിബുഹു യൗമൽ ഖിയാമ. പരിശുദ്ധ മക്കയിലോ മദീനയിലോ വെച്ച് മരണപ്പെടാൻ ഏതൊരു സത്യവിശ്വാസിക്ക് അല്ലാഹു അവസരം നൽകിയിട്ടുണ്ടോ അവൻ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മരണവാർത്ത, തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം ഡീസന്റ് മുക്ക് ഭാഗത്തുള്ളതാകുന്ന ഫർസാന എന്ന് പറയുന്ന ഒരു സഹോദരി, ചെറിയ പ്രായമാണ്, 40 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി. ഹജ്ജിന് വേണ്ടി പോയതാണ്. ഭർത്താവും ഒന്നിച്ചുകൊണ്ട് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെത്തിയ ഹജ്ജിന് വേണ്ടി പോയവരാണ്. അവിടെ വെച്ച് അസുഖബാധിതയായി ഹോസ്പിറ്റലൈസ് ചെയ്ത് അവസാനം മരണപ്പെട്ടു പോയി. അള്ളാഹു ആ സഹോദരിയുടെ ദറജ ഉയർത്തുമാറാവട്ടെ, ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ, കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ.